സ്മാർട്ട് ലേണിംഗ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 4 ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മുടെ 5ാമത്തെ ടോപ്പിക്കാണ്. സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സമയവും ദൂരവും അഥവാ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ഇവിടെ ഈ സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരൊറ്റ ടോപ്പിക്കല്ല, 3 ടോപ്പിക്ക് ചേർന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്ക്. 1 ഈ സമയവും ദൂരവും, 2 ട്രെയിൻ എന്ന് പറയുന്ന ടോപ്പിക്ക്, 3 നമ്മുടെ ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ഓക്കെ, ഈ 3 ടോപ്പിക്കും പഠിക്കുമ്പോഴാണ് നമുക്ക് സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഏകദേശം ഒരു 5 ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ 5 പാർട്ടായിട്ടാണ് ഞാൻ ഈ സമയവും ദൂരം എന്ന് പറയുന്ന ടോപ്പിക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് സമയവും ദൂരവും, ട്രെയിന്, പിന്നെ നമ്മുടെ ഈ ബോട്ട് ആൻഡ് സ്ട്രീം എന്ന് പറയുന്ന ടോപ്പിക്ക്, ഇതെല്ലാം കൂടെ ഒരു 5 ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ 1ാമത്തെ ടൈപ്പ് വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്താ പറയുന്നത് ചോദിച്ചാൽ, നമ്മുടെ സമയവും ദൂരം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ബേസ് ക്ലാസ്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ബേസിക് കോൺസെപ്റ്റും പിന്നെ കുറച്ച് കൺവേർഷനുമാണ് നമ്മൾ ഏത് പഠിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ. പിന്നെ ഒരു 4 ടൈപ്പ് ചോദ്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയെ പറ്റി ഉള്ളതാവട്ടെ, പിന്നെ കണക്കിനെക്കുറിച്ചുള്ള കണക്കിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ സംശയങ്ങളോ എന്തുമാവട്ടെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് കൂടെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലോട്ട് പോകുന്നു. സമയവും ദൂരവും അഥവാ ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഇവിടെ ഈ ടോപ്പിക്കിൽ, അതായത് സമയവും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. 3 കാര്യങ്ങളെക്കുറിച്ച്. അതിൽ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ദൂരം. ഓക്കെ അല്ലേ? ദൂരത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണ്? നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നു. ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? 1ാമത്തെ സാധനം എന്താണ്? ദൂരം. നമ്മൾ ഡി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. 2 വേഗത. വേഗതയുടെ ഇംഗ്ലീഷ് എന്താണ്? വേഗതയുടെ ഇംഗ്ലീഷാണ് സ്പീഡ്. നമ്മൾ എന്ത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ. മൂന്നാമത്തെ കാര്യം വേറൊന്നുമില്ല, സമയത്തിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ടൈം. നമ്മൾ എന്ത് കൊണ്ട് ഡിനോട്ട് ചെയ്യാം? ടി കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഈ സമയവും ദൂരം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. 1 ദൂരം, 2 വേഗത, 3 സമയം. ഓക്കെ അല്ലേ? അപ്പോൾ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ നമുക്ക് ദൂരവും വേഗതയും തന്നിട്ട് സമയം എത്രയാണെന്ന് ചോദിക്കാം, സമയവും വേഗതയും തന്നിട്ട് ദൂരം ചോദിക്കാം. അങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, ഇത് 3ഉം കണ്ടുപിടിക്കാൻ നമുക്ക് 3 ഫോർമുല പഠിച്ചു വെച്ചേക്കണം. 3 ഫോർമുല വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാം. അതിന് വേണ്ടി ഇങ്ങനെ പഠിച്ചാൽ മതി. അതായത് ആദ്യം നമ്മൾ ഡിസ്റ്റൻസിൻ്റെ ഡി ഇല്ലേ, ആ ഡി എടുത്ത് എഴുതുന്നു. ഓക്കെ അല്ലേ? അതിനുശേഷം എസ് ഉണ്ടല്ലോ, വേഗതയുടെ എസ് താഴെ എഴുതുന്നു, ടി ഈ സൈഡിൽ എഴുതുന്നു. ഇനി നമ്മളിതിനെ ഒരു ട്രയാങ്കിൾ ആക്കുന്നു, അല്ലെങ്കിൽ ഒരു ത്രികോണത്തിനകത്ത് ആക്കുകയാണ്. ഓക്കെ, ത്രികോണമാക്കി. എന്നിട്ട് നടുക്കൂടെ ഒരു വര വരയ്ക്കുന്നു. ഇത്രയും ചെയ്യലാർക്ക് അറിയാമല്ലോ. ഇനി ഇങ്ങനെ നേരെയുള്ളത് ഗുണിക്കുക, മേളിലും താഴെയുള്ളത് ഡിവൈഡ് ചെയ്യുക. എങ്ങനെയാണ്? നേരെയുള്ളത് ഗുണിക്കുക, മേളിലും താഴെയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ? ആദ്യം നമുക്ക് ദൂരം അഥവാ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല നോക്കാം. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡിസ്റ്റൻസ് ഉള്ള ഭാഗം നമ്മൾ മറച്ചു പിടിക്കുന്നു. ഡിസ്റ്റൻസ് ഉള്ള ഭാഗം നമ്മൾ മറച്ചു പിടിച്ചാൽ ബാക്കി എന്തുണ്ട്? എസ്സും ടിയും നേരെയുള്ളത് തമ്മിൽ ഗുണിക്കുക, എസ് ഇൻറ്റു ടി. നമുക്ക് കിട്ടി. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? എസ് ഇൻറ്റു ടി. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ദൂരം ഈക്വൽ ടു വേഗത ഗുണം സമയം. അപ്പോൾ ദൂരം ഈസ് ഈക്വൽ ടു വേഗത ഗുണം സമയം. അടുത്ത് നമുക്ക് വേഗത, എസിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാം. എസ് ഈക്വൽ ടു, എസ് ഉള്ള ഭാഗം മറച്ചു പിടിച്ചാൽ എന്ത് കാണുന്നു? ഡി ബൈ ടി. ഓക്കെ അല്ലേ? നമുക്ക് എഴുതാം ഡി ബൈ ടി. അതായത് ദൂരം ഡിവൈഡഡ് ബൈ സമയം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വേഗത കിട്ടും. ഇനി അടുത്ത് എന്ത് വേണം? ടി വേണം, അഥവാ സമയം കണ്ടുപിടിക്കാൻ ടി ഉള്ള ഭാഗം മറച്ചു പിടിക്കുന്നു. അപ്പോൾ ഡി ബൈ എസ് എടുത്തെഴുതാം, ഡി ബൈ എസ്. അതായത് ദൂരത്തിനെ വേഗത കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സമയം കിട്ടും. അപ്പോൾ 3 കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചു. എന്താ? ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല വേഗത ഗുണം സമയം. അതുപോലെ വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല ദൂരം ഡിവൈഡഡ് ബൈ സമയം. അതുപോലെ സമയം കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ദൂരം ഡിവൈഡഡ് ബൈ വേഗത. ഓക്കെ അല്ലേ? നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ദൂരം വേഗത അങ്ങനെ എഴുതി ചെയ്യത്തില്ല. ദൂരത്തിന് പകരം ഡി എന്നായിരിക്കും എഴുതുന്നത്, വേഗതയ്ക്ക് പകരം എസ് എന്നായിരിക്കും എഴുതുന്നത്, സമയത്തിന് പകരം ടി എന്നായിരിക്കും എഴുതുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 3 ഫോർമുലകൾ പഠിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ യൂണിറ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് യൂണിറ്റ് കൂടെ പഠിക്കാനുണ്ട്. വേറെ ഒന്നുമില്ല. ഇവിടെ ദൂരം നമുക്ക് ചോദ്യങ്ങളിൽ കിലോമീറ്ററിലും തരാം, മീറ്ററിലും തരാം. ഓക്കെ, അതുപോലെ സമയം മിനിറ്റിൽ തരാം, സെക്കൻഡിൽ തരാം, മണിക്കൂറിൽ തരാം, പിന്നെ വേഗതയും തരാം. അത് നമ്മൾ യൂണിറ്റ് എങ്ങനെ സെയിം ആക്കാം, അല്ലെങ്കിൽ യൂണിറ്റ് ഈക്വൽ ആക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ദൂരം കിലോമീറ്ററിലാണ് എന്ന് വിചാരിക്കുക. തന്നിരിക്കുന്ന ദൂരം കിലോമീറ്ററിലാണ് എങ്കിൽ സമയം എപ്പോഴും മണിക്കൂറിലായിരിക്കണം. അതായത് ഡിസ്റ്റൻസ്, ടൈം, പിന്നെ എന്തുണ്ട്? സ്പീഡ്.
ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ദൂരം കിലോമീറ്ററിലാണെങ്കിൽ സമയം എപ്പോഴും മണിക്കൂറിലായിരിക്കണം. ദൂരം കിലോമീറ്ററിലും സമയം മണിക്കൂറിലുമാണെങ്കിൽ വേഗത എപ്പോഴും എന്തായിരിക്കണം? കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റിലായിരിക്കണം. ഓക്കെ അല്ലേ? നമുക്ക് ചോദ്യത്തിൽ ദൂരം കിലോമീറ്ററിലാണ് സമയം മണിക്കൂറിലാണ് എങ്കിൽ വേഗത കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റിലായിരിക്കണം എന്ത് കണ്ടുപിടിക്കേണ്ടത്? വേഗത കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ സമയം മണിക്കൂറിൽ തരും, വേഗത കിലോമീറ്റർ പെർ അവറിലും തന്നിട്ട് ദൂരമാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ദൂരം കിലോമീറ്ററിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് ദൂരം മീറ്ററിലും തരാം. ദൂരം മീറ്ററിലാണ് തരുന്നതെങ്കിൽ സമയം എപ്പോഴും എന്തിലായിരിക്കണം? സെക്കൻഡിലായിരിക്കണം. ദൂരം മീറ്ററിലാണെങ്കിൽ സമയം എപ്പോഴും സെക്കൻഡിലായിരിക്കണം. ദൂരം മീറ്ററിലും സമയം സെക്കൻഡിലും ആണെങ്കിൽ വേഗതയുടെ യൂണിറ്റ് എന്തായിട്ട് മാറും? മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? നമുക്ക് ചോദ്യം വരാം. ചോദ്യത്തിൽ ദൂരം മീറ്ററിലും സമയം സെക്കൻഡിലും തന്നിട്ട് വേഗത കണ്ടുപിടിക്കാൻ പറയുമ്പോൾ വേഗത നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റിൽ കണ്ടുപിടിക്കുക. അതുപോലെ സമയം സെക്കൻഡിലും വേഗത മീറ്റർ പെർ സെക്കൻഡിലും തന്നിട്ട് ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ദൂരം കണ്ടുപിടിക്കേണ്ട യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? ഇത് കൂടാതെ നമുക്ക് സമയത്തിൽ മിനിറ്റ് എന്നൊരു യൂണിറ്റിലും കൂടെ ചോദ്യങ്ങൾ വരും. സമയത്തിൽ മിനിറ്റ് എന്നൊരു ചോദ്യം വരും. സമയം മിനിറ്റിൽ തന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സമയം മിനിറ്റിൽ തന്നിരുന്നാൽ നമ്മൾ എന്താ നോക്കേണ്ടതെന്നറിയോ? നമ്മൾ ഈ യൂണിറ്റ് എല്ലാം നോക്കുന്നത്, യൂണിറ്റ് ഏത് യൂണിറ്റ് ആയാലും നമ്മൾ ദൂരത്തിനനുസരിച്ച് വേണം യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ നമ്മൾ സമയം മിനിറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ നേരെ ദൂരം നോക്കുക. ദൂരം കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന മിനിറ്റിനെ മണിക്കൂറിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദൂരം മീറ്ററിലാണെങ്കിൽ തന്നിരിക്കുന്ന മിനിറ്റിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഒരിക്കലും നമുക്ക് മിനിറ്റിലിട്ടുകൊണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ദൂരത്തിൻ്റെ യൂണിറ്റ് ഏതാണോ അതിനനുസരിച്ച് മാറ്റണം. അപ്പോൾ ദൂരം കിലോമീറ്ററിലാണെങ്കിൽ മിനിറ്റിനെ മണിക്കൂറിലോട്ട് മാറ്റുക. ദൂരം മീറ്ററിലാണെങ്കിൽ മിനിറ്റിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. മിനിറ്റിനെ മണിക്കൂറിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന മിനിറ്റ് എത്രയാണോ ആ മിനിറ്റിനെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന മിനിറ്റ് എത്രയാണോ അതിനെ 60 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്ര ഓക്കെ അല്ലടാ? നമ്മൾ നേരെ ഒന്നാമത്തെ ടൈപ്പിലോട്ട് പോകാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ് ചോദ്യം നോക്കിയേ. ഒന്നാമത്തെ ടൈപ്പിൽ നമ്മളൊരു 3 ചോദ്യങ്ങൾ പഠിക്കും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം: 480 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 6 മണിക്കൂർ സമയം എടുക്കുന്ന ഒരു കാറിൻ്റെ ശരാശരി വേഗത എന്ത്? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സ്പീഡാണ്. ഞാൻ ആദ്യത്തേൽ മാത്രം സ്പീഡ് എന്നൊക്കെ എഴുതുന്നു, പിന്നെ നമ്മൾ എസ് എന്നും ഡി എന്നും ടി എന്നും മാത്രമേ ഇടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കണം അഥവാ വേഗത കണ്ടുപിടിക്കണം. വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എന്താണ്? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം, അഥവാ വേഗത ഈസ് ഈക്വൽ ടു ദൂരം ഡിവൈഡഡ് ബൈ സമയമെന്ന് നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ? നമുക്കിവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്, 480 കിലോമീറ്റർ. അപ്പോൾ നമുക്ക് ഡി ഈസ് ഈക്വൽ ടു 480 കിലോമീറ്റർ. നമുക്ക് സമയം തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്, 6 മണിക്കൂർ. ടി ഈസ് ഈക്വൽ ടു 6 മണിക്കൂർ. ഓക്കെ അല്ലേ? നമുക്ക് ദൂരം തന്നിട്ട് വേഗത തന്നിട്ടുണ്ട്. നമ്മൾ ചാടിക്കയറി നേരെ അങ്ങ് ഫോർമുലയിലോട്ട് പോകരുത്. അതിനു മുമ്പ് യൂണിറ്റ് സെയിം ആണോ നോക്കുക. ആദ്യം ദൂരത്തിൻ്റെ യൂണിറ്റ് വേണം നോക്കാൻ. ദൂരത്തിൻ്റെ യൂണിറ്റ് അനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ളത് ചേഞ്ച് ചെയ്യാൻ. ഓക്കെ അല്ലേ? ദൂരം ഇവിടെ കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ സമയം എപ്പോഴും ഏത് യൂണിറ്റിലായിരിക്കണം? മണിക്കൂറിലായിരിക്കണം. അപ്പോൾ ഇവിടെ യൂണിറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരേണ്ടതുണ്ടോ? ഇല്ല. ഇനി നമുക്ക് ഫോർമുല കൊടുക്കാം. ഈക്വൽ ടു 480 ഡിവൈഡഡ് ബൈ സമയമായ 6. 6ഉം 48ഉം വെട്ടാം. 8 6 48. നമ്മുടെ ഉത്തരം 80. നമ്മൾ വേഗതയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? 80 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരെ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കി: മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? അപ്പോൾ നമുക്കിവിടെ ദൂരം അഥവാ ഡിസ്റ്റൻസ് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഞാൻ പറഞ്ഞു, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് സ്പീഡ് ഇൻറ്റു ടൈം. അതായത് വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ദൂരം കിട്ടും. നമുക്ക് നോക്കാം. നമുക്കിവിടെ സ്പീഡ് അഥവാ വേഗത തന്നിട്ടുണ്ടോ? മണിക്കൂറിൽ 60 കിലോമീറ്റർ. ഇങ്ങനെ മണിക്കൂറിൽ 60 കിലോമീറ്റർ എന്ന് തന്നിരിക്കുമ്പോൾ ചിലരെങ്കിലും 60 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്തെന്ന് തെറ്റിദ്ധരിക്കും? ദൂരമെന്ന് തെറ്റിദ്ധരിക്കും. ഒരിക്കലും അത് ദൂരമല്ല. മണിക്കൂറിൽ 60 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ, അതായത് 60 കിലോമീറ്റർ പെർ അവർ. നമുക്കവിടെ സ്പീഡാണ് തന്നിരിക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ സ്പീഡ് ഈക്വൽ ടു 60 കിലോമീറ്റർ പെർ അവർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? ടൈം. ടി തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. 4 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടി തന്നിട്ടുണ്ട് 4 മണിക്കൂർ. അടുത്ത് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? യൂണിറ്റ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. യൂണിറ്റ് വേഗത കിലോമീറ്റർ പെർ അവറിലാണ്, സമയം മണിക്കൂറിലുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ യൂണിറ്റിൽ വ്യത്യാസമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ഫോർമുല കൊടുക്കുന്നു. വേഗത ഗുണം സമയം. വേഗത 60 ഗുണം സമയം എത്രയാണ്? 4. 60 കൂടെ 4 എത്രയാണ്? 6 4 24. 0 കൊടുക്കുമ്പോൾ 240. യൂണിറ്റ് എന്താ?
കിലോമീറ്റർ നമുക്ക് എഴുതാം. 240 കിലോമീറ്ററാണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടൈപ്പിലെ അവസാനത്തെ ചോദ്യമാണ്. ഒന്നാമത്തെ ടൈപ്പിലെ അവസാനത്തെ ചോദ്യം നോക്കി. 500 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാർ എടുക്കുന്ന സമയം എത്ര? അപ്പോൾ നമുക്കിവിടെ സമയം അഥവാ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. സമയം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ദൂരം ഡിവൈഡഡ് ബൈ വേഗത അഥവാ D/S എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? നമുക്കിവിടെ ദൂരം തന്നിട്ടുണ്ടോ? ദൂരം തന്നിട്ടുണ്ട് 500 കിലോമീറ്റർ. അപ്പോൾ D = എത്ര എന്ന് എഴുതാം? 500 കിലോമീറ്റർ. അതുപോലെ തന്നെ വേഗത സ്പീഡ് വേണം = എത്ര തന്നിട്ടുണ്ട്? മണിക്കൂറിൽ 30 കിലോമീറ്റർ, അതായത് 30 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം വളരെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് ആദ്യമായിട്ട് ഈ ഒരു ചോദ്യം കാണുന്ന ആൾക്ക് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ചോദ്യം, അതായത് ഉത്തരം എഴുതാൻ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നമ്മൾ ആദ്യം യൂണിറ്റ് ചെക്ക് ചെയ്യുന്നു. ദൂരം കിലോമീറ്ററിലാണ്, വേഗത കിലോമീറ്റർ പെർ അവറിലാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട സമയം അപ്പോൾ ഏത് യൂണിറ്റിലായിരിക്കണം? മണിക്കൂറിലായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിതാ D/S. D എത്രയാണ്? 500. 500 ഡിവൈഡഡ് ബൈ വേഗതയായ 30. 0 0 വെട്ടുന്നു. ബാക്കി 50/3. വെട്ടാൻ പറ്റില്ല, നമുക്ക് ചെയ്ത് നോക്കാം. 50/3. 1 3 3. ശിഷ്ടം 2. 0 ഇറക്കുന്നു. 5 6 3 18. ശിഷ്ടം 2. ഇവിടെ പോയിന്റ് കൊടുത്ത് 0 ഇറക്കി ഉത്തരം ഒരു ദശാംശ സംഖ്യയിലോട്ട് ആക്കാൻ നിൽക്കരുത്. ഓക്കെ അല്ലേ? ഈ ഇപ്പോൾ കിട്ടി, അതായത് ഹരണഫലം തീരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? നിർത്തുക. അവിടെ വെച്ച് നിർത്തിയതിന് ശേഷം ഇതിനെ ഒരു ഭിന്നസംഖ്യ രൂപത്തിലെടുത്ത് എഴുതുക. എങ്ങനെ എഴുതും? ഹരണഫലം 16, ശിഷ്ടം എത്രയാണോ അത് അംശത്തിലും, ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ഛേദത്തിലും. 16 2/3 മണിക്കൂർ എന്നായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുന്നത്. പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണത്തില്ല. ഓപ്ഷൻ നോക്കി, 16 മണിക്കൂർ 40 മിനിറ്റ്, 16 മണിക്കൂർ 16 മിനിറ്റ്, 16 മണിക്കൂർ 20 മിനിറ്റ്, 16 മണിക്കൂർ 48. അപ്പോൾ മണിക്കൂർ മിനിറ്റ് രൂപത്തിലാണ് നമുക്ക് ഉത്തരം തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഭിന്നസംഖ്യ കിട്ടിയാൽ അതിനെ എങ്ങനെയാണ് ഒരു മണിക്കൂർ മിനിറ്റ് രൂപത്തിലാക്കുകയെന്ന് ചോദിച്ചാൽ, നമുക്ക് കിട്ടിയ പൂർണ്ണസംഖ്യ എത്രയാണോ അതിനെ തന്നെ മണിക്കൂറായിട്ട് എഴുതുക. 16 മണിക്കൂർ. ഓക്കെ അല്ലേ? ഇനി 2/3 നമുക്ക് മിനിറ്റിലോട്ടാക്കേണ്ടത്. വേറെ ഒന്നും ചെയ്യേണ്ട. ആ 2/3 എന്ത് ചെയ്താൽ മതി? 60 കൊണ്ടങ്ങ് ഗുണിച്ചാൽ മതി. ഓക്കെ അല്ലേ? 3ഉം 6ഉം വിട്ടാലോ? 2. 20 × 2 എത്രയാടാ? 40 മിനിറ്റ് എന്ന് നമുക്ക് കിട്ടും. 16 മണിക്കൂർ 40 മിനിറ്റാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഉത്തരത്തിലെത്തിയാൽ അതിനെ എങ്ങനെ മിനിറ്റിലോട്ടാക്കും? ആ പൂർണ്ണസംഖ്യ ഏതാണോ അതിനെ തന്നെ നമ്മൾ മണിക്കൂറായിട്ട് എഴുതുന്നു. ബാക്കിയുള്ളൊരു ഭിന്നസംഖ്യ കാണുമല്ലോ, അതിനെ 60 കൊണ്ട് ഗുണിക്കുക, മിനിറ്റായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടൈപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. നമ്മൾ നേരെ രണ്ടാമത്തെ ടൈപ്പിലോട്ട് പോവുകയാണേ. അപ്പോൾ ടൈപ്പ് 2 നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ കൺവേർഷൻ പഠിക്കാനുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, അതായത് നമുക്കിപ്പോൾ കിലോമീറ്റർ പെർ അവറിലാണ് വേഗത കിടക്കുന്നത്. അപ്പോൾ ദൂരം മീറ്ററിലും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ദൂരത്തിനനുസരിച്ച് വേണം നമ്മൾ യൂണിറ്റ് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കിയാൽ നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഒരു കിലോമീറ്റർ പെർ അവറിലുള്ള വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലാക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, കിലോമീറ്റർ പെർ അവറിലുള്ള ഒരു വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ തന്നിരിക്കുന്ന വേഗത എത്രയാണോ അതിനെ 5/18 കൊണ്ട് ഗുണിക്കുക. ഓക്കെ അല്ലേ? കിലോമീറ്റർ പെർ അവറിലുള്ള വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലോട്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് ഗുണിക്കുക. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിലുള്ള ഒരു വേഗതയെ കിലോമീറ്റർ പെർ അവറിലോട്ടാണ് ആക്കേണ്ടതെങ്കിൽ 18/5 കൊണ്ട് ഗുണിക്കുക. 18/5 കൊണ്ട് ഗുണിക്കുക. മീറ്റർ പെർ സെക്കൻഡിലുള്ള ഒരു വേഗതയെ കിലോമീറ്റർ പെർ അവറിലോട്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? 18/5 കൊണ്ട് ഗുണിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വന്നതാണ്, എവിടെ നിന്നാണ് ഈ 5/18ഉം 18/5 ഒക്കെ വന്നതെന്ന്. ഇവിടെ നോക്കി, നമുക്ക് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കണം. ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്ററാണ്? 1000 മീറ്റർ. സംശയമില്ലല്ലോ, 1000 മീറ്റർ. ഓക്കെ, അപ്പോൾ കിലോമീറ്റർ മീറ്ററായി. ഇനി ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് 3600 സെക്കൻഡാണ്. 3600 സെക്കൻഡ്. അതായത് കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് 1000 മീറ്റർ പെർ 3600 സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇത് 1000 ഡിവൈഡ് ബൈ 3600 വെച്ച് വേണം നമുക്ക് സാധാരണ ചോദ്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു വലിയ സംഖ്യ വരത്തില്ലേ? അപ്പോൾ ഇതിനെ ചെറുതാക്കിയ രൂപത്തിൽ വേണം നമുക്ക് കണക്ക് ചെയ്യാൻ എളുപ്പം. അപ്പോൾ ഈ 2 0 2 0 വെട്ടിക്കളഞ്ഞാൽ ബാക്കി എന്തുണ്ട്? 10/36. ഈ 10 36 2ൻ്റെ ഗുണിതമല്ലേ? വെട്ടാലോ? 10ൻ്റെ പകുതി 5, 36ൻ്റെ പകുതി 18 = 5/18 നമുക്ക് എഴുതാം. ഇങ്ങനെയാണ് ഈ 5/18 വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടൈപ്പിലെ ഫസ്റ്റ് ചോദ്യം നോക്കി.
54 km/h എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ്? അപ്പോൾ ഇവിടെ 54 km/h തന്നിട്ടുണ്ട്. ഇത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാക്കണം. എന്തു ചെയ്താൽ മതി? തന്നിരിക്കുന്ന വേഗത എത്രയാണോ അതിനെ 5/18 കൊണ്ട് ഗുണിക്കുക. ഓക്കെ അല്ലേ? 18ഉം 54ഉം വെട്ടാം. 3 × 18 ആണ് 54. ബാക്കി എന്തുണ്ട്? 3 × 5 = 5 3 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 20 മീറ്റർ പെർ സെക്കൻഡ് എത്ര കിലോമീറ്റർ പെർ അവർ ആണ്? അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതിനെ കിലോമീറ്റർ പെർ അവറിലാക്കണം. എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന വേഗത എത്രയാണോ അതിനെ 18/5 കൊണ്ട് ഗുണിക്കുക. 5ഉം 20ഉം വെട്ടാം. 4 5 20. ബാക്കി എന്തുണ്ട്? 18 × 4 എത്രയാണ്? 18 18 36 36 72 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ടും മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18/5 കൊണ്ടും ഗുണിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലെ മൂന്നാമത്തെ ചോദ്യം, മണിക്കൂറിൽ 54 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം 300 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സമയം അഥവാ ടി. സമയം കണ്ടുപിടിക്കേണ്ട ഫോർമുല പറഞ്ഞിടാ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അഥവാ D/S എന്ന് നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എടാ നോക്കിയടാ, നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടോ? സഞ്ചരിക്കുന്ന ഒരു വാഹനം 300 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. D = 300 മീറ്റർ. നമുക്കിനി എന്ത് വേണം? വേഗത. സ്പീഡ് തന്നിട്ടില്ലടാ. മണിക്കൂറിൽ 54 കിലോമീറ്റർ, അതായത് വേഗത നമുക്ക് 54 കിലോമീറ്റർ പെർ അവർ എന്നാണ് തന്നിരിക്കുന്നത്. നോക്കിയില്ലേ? നമ്മൾ നേരെ ഫോർമുലയിലോട്ട് പോകത്തില്ല, യൂണിറ്റ് ചെക്ക് ചെയ്യണം. നോക്കിയേ, ദൂരം 300 മീറ്റർ, വേഗത 54 കിലോമീറ്റർ. യൂണിറ്റ് സെയിം ആണോ? അല്ല. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ യൂണിറ്റ് നോക്കേണ്ടത് ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൂരം മീറ്ററിലാണെങ്കിൽ വേഗത ഏത് യൂണിറ്റിലായിരിക്കണം? മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 54 കിലോമീറ്റർ പെർ അവറിനെ നേരെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന വേഗതയായ 54നെ എത്ര കൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് ഗുണിക്കണം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുക. = 18ഉം 54ഉം വെട്ടാം. 18ഉം 18 36 3 18 ആണ് 54. ബാക്കി എന്തുണ്ട്? 5 × 3 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് എഴുതാം. നമുക്ക് ദൂരവുമായി വേഗതയുമായി യൂണിറ്റും സെയിം ആയില്ലടാ. ദൂരം മീറ്ററിലാണ്, വേഗത മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടി. = ദൂരം ഇവിടെ 300 ഡിവൈഡഡ് ബൈ വേഗത നമ്മൾ കണ്ടുപിടിച്ചു 15. എന്തായി? 15 30 വെട്ടിയാൽ നമുക്ക് എന്തെന്ന് കിട്ടും? 2. ബാക്കി ഉത്തരം 20. യൂണിറ്റ് എന്താണ് സമയത്തിൻ്റെ? സെക്കൻഡാണ്. 20 സെക്കൻഡാണ് നമ്മുടെ ഉത്തരം. ഓക്കെ. അപ്പോൾ നമ്മുടെ ടൈപ്പ് 2ലെ നാലാമത്തെ ചോദ്യം നോക്കി, മണിക്കൂറിൽ 90 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വാഹനം 15 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? 15 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? നമുക്ക് ഡിസ്റ്റൻസ് D ആണ് കണ്ടുപിടിക്കേണ്ടത്. ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം, അതായത് വേഗത ഇൻറ്റു സമയമാണ് ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഓക്കെ, നമുക്ക് ആദ്യം സ്പീഡ് വേണം. എസ് തന്നിട്ടുണ്ടോടാ? 90 കിലോമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. 90 കിലോമീറ്റർ പെർ അവർ. മണിക്കൂറിൽ 90 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്റർ പെർ അവർ. നോക്കി, 15 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് നമുക്ക് ടൈം തന്നിട്ടുണ്ട് 15 സെക്കൻഡ്. ഓക്കെ, 15 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ദൂരത്തിൻ്റെ യൂണിറ്റ് എപ്പോഴും മീറ്ററിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേടാ, സമയം സെക്കൻഡിലാണ്, നമ്മുടെ വേഗത കിലോമീറ്റർ പെർ അവറിലും. ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വേഗതയെ കിലോമീറ്റർ പെർ അവറിൽ നിന്നും മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന വേഗതയായ 90നെ 5/18 കൊണ്ട് ഗുണിക്കുക. 5/18 കൊണ്ട് ഗുണിക്കുമ്പോൾ 18ഉം 18 36 72 5 18 90 = 5 × 5 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? നമുക്ക് കിട്ടി വേഗത 25 മീറ്റർ പെർ സെക്കൻഡ്, സമയം 15 സെക്കൻഡ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോടാ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്ത് ചെയ്താൽ മതി? ഫോർമുലയിൽ കൊടുത്താൽ മതി. ഫോർമുല ദൂരം ഡിസ്റ്റൻസ് = സ്പീഡ് ഇൻറ്റു ടൈം സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു 25 ഇൻറ്റു ടി എത്രയാ? 15 = നമുക്ക് ചെയ്യാമല്ലോ 25 × 15 5 5 25 5 2 ശിഷ്ടം 1 5 5 2 5 10 12 12 1 5 5 1 2 2 5 7 3 എഴുതാൻ നമുക്ക് 375 മീറ്ററാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ചോദ്യം, ടൈപ്പ് 2ലെ അഞ്ചാമത്തെ ചോദ്യം. ടോട്ടൽ 6 ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും. അതിലെ അഞ്ചാമത്തെ ചോദ്യം നോക്കിയേ, മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് 800 മീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം. നമുക്കിവിടെ ടി സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. സമയം കണ്ടുപിടിക്കേണ്ട ഫോർമുല ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അഥവാ ദൂരം ഡിവൈഡഡ് ബൈ വേഗത.
നമുക്ക് ഡിസ്റ്റൻസ് ഡി തന്നിട്ടുണ്ട്. എത്രയെന്നാ 800 മീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിസ്റ്റൻസ് 800 മീറ്റർ. ഇനി എന്ത് വേണം? സ്പീഡ് എസ് ഈക്വൽ ടു മണിക്കൂറിൽ 60 കിലോമീറ്റർ. അപ്പോൾ 60 കിലോമീറ്റർ പെർ അവർ. ഓക്കെ അല്ലേ? ഡിസ്റ്റൻസ് ദൂരം മീറ്ററിലാണ്, വേഗത കിലോമീറ്റർ പെർ അവറിലാണ്. ചേഞ്ച് ചെയ്യേണ്ട യൂണിറ്റ് ചേഞ്ച് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന വേഗത എത്രയാണോ അതിനെ 5/18 കൊണ്ട് ഗുണിക്കുക. എന്തിന്? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ. അപ്പോൾ 60 × 5/18. 18 60 നമുക്ക് എത്ര വെച്ച് വെട്ടാം? 6 വെച്ച് വെട്ടാം. 10 3. ഓക്കെ അല്ലേ? ബാക്കി എന്തുണ്ട്? 10 × 5 50. 50/3. നമുക്കിങ്ങനെ നമുക്ക് പൂർണ്ണസംഖ്യ കിട്ടാതെ ഇങ്ങനെ ഒരു ഭിന്നസംഖ്യയാണ് വരുന്നതെങ്കിൽ ഇതിന് ഡിവൈഡ് ഒന്നും ചെയ്ത് ദശാംശ സംഖ്യയൊന്നും ആക്കി വെക്കരുത്. ഇതിനെ ഇങ്ങനെ തന്നെ ഇട്ടേക്കുക. 50/3 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് എഴുതി വയ്ക്കാം. ഇനി നമ്മൾ നേരെ ഫോർമുലയിലോട്ട് പോവാണ്. സമയം ഈസ് ഈക്വൽ ടു ദൂരം ഡിവൈഡഡ് ബൈ വേഗത. ദൂരം എത്രയാണ്? 800 ഡിവൈഡഡ് ബൈ വേഗത നമ്മൾ കണ്ടുപിടിച്ചു 50/3. അത് അതുപോലെ എടുത്ത് എഴുതുക. 50/3 ഈക്വൽ ടു ഇവിടെ ഛേദത്തിലൊരു ഭിന്നസംഖ്യ ഹരിക്കാൻ കിടക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്? ഇതിൻ്റെ വിൽക്രമം കൊണ്ട് അംശത്തിനെ ഗുണിക്കുക എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ മാറും? 800 × 50/3 വിൽക്രമം 3/50 എന്നാവും. നോക്കിയല്ലേ? ഈ 0 0 വെട്ടാം. 5ഉം 80ഉം വെട്ടാലൂടെ 15 50 6 5 30 16. 16 × 3 എത്രയാണ്? 16 × 3 48 സെക്കൻഡാണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്കിവിടെ ദൂരം 800 മീറ്റർ തന്നിട്ടുണ്ട്, വേഗത 60 കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നത്. ദൂരം മീറ്ററിലാണെങ്കിൽ വേഗത എപ്പോഴും മീറ്റർ പെർ സെക്കൻഡിലായിരിക്കണം. അപ്പോൾ കിലോമീറ്റർ പെർ അവറിലുള്ള വേഗതയെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ തന്നിരിക്കുന്ന വേഗതയെ നമ്മൾ 5/18 കൊണ്ട് ഗുണിച്ചു. ഈ തന്നിരിക്കുന്ന 60 എന്ന് പറയുന്ന വേഗതയെ 5/18 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 50/3 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടിയത്. ഒരു പൂർണ്ണസംഖ്യ കിട്ടിയില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ ഭിന്നസംഖ്യ രൂപത്തിൽ തന്നെ മീറ്റർ പെർ സെക്കൻഡായിട്ട് ഇട്ടേക്കാം. അതിനുശേഷം നമ്മൾ ചോദ്യത്തിലോട്ട് പോകുമ്പോൾ സമയം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ദൂരം ഡിവൈഡഡ് ബൈ വേഗതയാണ്. ഇവിടുത്തെ ദൂരം 800 മീറ്ററാണ്. ഡിവൈഡഡ് ബൈ വേഗത നമ്മൾ 50/3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കണ്ടുപിടിച്ചു. ഇവിടെ ഛേദത്തിൽ ഇപ്പോൾ ഇതൊരു ഭിന്നസംഖ്യയിലെ 800/50/3. അപ്പോൾ അതിൻ്റെ ഛേദം ഒരു ഭിന്നസംഖ്യയാണ്, ഡിവൈഡ് ചെയ്യാനാണ് കിടക്കുന്നതെങ്കിൽ ഈ ഛേദത്തിൽ കിടക്കുന്ന ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട് അംശത്തിനെ ഗുണിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ 800 × 50/3 വിൽക്രമം കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ വിൽക്രമം 3/80 ആണ്. ഗുണിക്കുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 48 സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, നമ്മൾ നമ്മുടെ അവസാന ചോദ്യം, അതായത് ടൈപ്പ് 2 അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ചോദ്യം നോക്കിയടാ. 400 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ 30 സെക്കൻഡ് സമയമെടുക്കുന്ന ഒരു കാറിൻ്റെ വേഗത മണിക്കൂറിൽ എത്ര? നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വേഗത അഥവാ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. d/t ആണ് വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല. നോക്കിയടാ, നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 400 മീറ്റർ. ഓക്കെ അല്ലേ? 30 സെക്കൻഡ് സമയം സഞ്ചരിക്കാൻ 30 സെക്കൻഡ്, അതായത് ടൈമും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 30 സെക്കൻഡ്. നമുക്കിത് ദൂരം മീറ്ററിലാണ്, സമയം സെക്കൻഡിലാണ്. നേരെ ഫോർമുലയിലോട്ട് കൊടുക്കാമല്ലോ. d/t 400 ഡിവൈഡഡ് ബൈ 30. 400/30 നമുക്കിതാ 0 0 വെട്ടാം. ഓക്കെ അല്ലേ? ഈക്വൽ ടു 40/3 എന്ന് തന്നെ ഇവിടെ എഴുതുക. കാരണം നമ്മുടെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കാറിൻ്റെ വേഗത മണിക്കൂറിൽ എത്ര, അതായത് നമുക്ക് എത്രയാണോ ഉത്തരം കിട്ടുന്നത് അതിനെ കിലോമീറ്റർ പെർ അവറിലോട്ടാക്കണം. ഈ 40/3 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മീറ്റർ പെർ സെക്കൻഡിലുള്ള ഒരു വേഗതയെ കിട്ടത്തുള്ളൂ. അതിന് നമ്മൾ എന്തായാലും കിലോമീറ്റർ പെർ അവറിലാക്കണം. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറാക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം പറഞ്ഞു 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് പറഞ്ഞു. 40/3 ചെയ്താൽ നമുക്ക് എന്തായാലും ഒരു ദശാംശ സംഖ്യ കിട്ടത്തുള്ളൂ. അത് നമുക്ക് പാടാണ്. അതുകൊണ്ട് 40/3 അതുപോലെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ 18/5 കൊണ്ട് ഗുണിക്കുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇതാ വെട്ടാലോടാ. 3ഉം 18ഉം 6 3 18. 5ഉം 40ഉം വെട്ടിക്കൂടെടാ. 8 5 40. ബാക്കി എന്തുണ്ട്? 8 × 6 6 8 48 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ഉത്തരം എഴുതാം. ഓപ്ഷൻ സി. അല്ലേ? മനസ്സിലാകാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്കിവിടെ വേഗതയാണ് കണ്ടുപിടിക്കേണ്ടത്. വേഗതയുടെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അഥവാ ദൂരം ഡിവൈഡഡ് ബൈ സമയം. ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 400 മീറ്റർ. സമയം നമുക്ക് തന്നിട്ടുണ്ട് 30 സെക്കൻഡ്. ദൂരം മീറ്ററിലാണ്, സമയം സെക്കൻഡിലാണ്. ഡയറക്റ്റായിട്ട് ഫോർമുല കൊടുക്കുമ്പോൾ 400 ഡിവൈഡഡ് ബൈ 30. 0 0 വെട്ടിയാൽ 40/3. 40/3 ചെയ്യുമ്പോൾ നമുക്കൊരു ദശാംശ സംഖ്യ വരും. ദശാംശ സംഖ്യ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും കിലോമീറ്റർ പെർ അവറിലാക്കുമ്പോൾ 18/5 കൊണ്ട് ഗുണിക്കണമെന്ന് നമുക്കറിയാം. അപ്പോൾ പാടാണ്. അതുകൊണ്ട് നമ്മൾ 40/3 അതുപോലെ തന്നെ ഇട്ട് അവിടെ 18/5 കൊണ്ട് ഗുണിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 3ഉം 18ഉം വെട്ടുന്നു 6. 5ഉം 40ഉം വെട്ടുന്നു 8. ബാക്കി 8 × 6 ഗുണിച്ചാൽ 48 കിലോമീറ്റർ പെർ അവർ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേടാ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് കംപ്ലീറ്റ് ആയി. നമ്മൾ നേരെ മൂന്നാമത്തെ ടൈപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം നോക്കി. ഒന്നാമത്തെ ചോദ്യം നമ്മൾ 2 ചോദ്യം പഠിക്കത്തുള്ളൂ. ടൈപ്പ് 3ലും ടൈപ്പ് 4ലും നമ്മൾ 2 ചോദ്യങ്ങൾ വെച്ച് നോക്കത്തുള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം.
ഒരു വാഹനം എയിൽ നിന്ന് ബിയിലേക്ക് 45 കിലോമീറ്റർ പെർ അവർ വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 55 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിക്കുന്നു എങ്കിൽ ആകെ യാത്രയിലെ അയാളുടെ ശരാശരി വേഗത എത്ര? ഓക്കെ അല്ലേ? നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കാം. ഇവിടെ ഒരു വാഹനം എയിൽ നിന്ന് ബിയിലേക്ക്, അതായത് എ എന്നൊരു പോയിന്റ് ഉണ്ട്, അതുപോലെ ബി എന്ന ഒരു പോയിന്റും ഉണ്ട്. ഓക്കെ, ഒരു വാഹനം എയിൽ നിന്ന് ബിയിലേക്ക്, എയിൽ നിന്ന് ബിയിലേക്ക് 45 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. 45 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഓക്കെ, രണ്ടാമത് പറയുന്നു തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക്, അതായത് ഈ ബിയിൽ നിന്ന് എയിലേക്ക് എങ്ങനെയാ 55 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. 55 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു എങ്കിൽ ആകെ യാത്രയിലെ ശരാശരി വേഗത കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം കണ്ടാൽ ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇവിടെ എയിൽ നിന്ന് ബിയിലോട്ടായാലും ബിയിൽ നിന്ന് എയിലോട്ടായാലും സഞ്ചരിച്ച ദൂരം സെയിം തന്നെയല്ലേ? ഇവിടെ ഇങ്ങോട്ടുള്ള ദൂരം തന്നെയല്ലേ തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ടുള്ളത്? പക്ഷേ അയാൾ എയിൽ നിന്ന് ബിയിലോട്ട് 45 കിലോമീറ്റർ പെർ അവർ വേഗതയിലും ബിയിൽ നിന്ന് എയിലോട്ട് 55 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ച്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത ഇതാണ്: തുല്യ ദൂരം വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എന്താണ്? തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ അയാളുടെ ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ശരാശരി വേഗത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് 2ab ഡിവൈഡഡ് ബൈ a+b ആയിരിക്കും. അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി വേഗത എന്ന് പറയുന്നത് 2ab ഡിവൈഡഡ് ബൈ a+b ആയിരിക്കും. എ ആയിട്ടും ബി ആയിട്ടും എടുക്കേണ്ടത് തന്നിരിക്കുന്ന രണ്ട് വേഗതകളാണ്. എ എന്ന് പറയുന്നത് ആദ്യത്തെ വേഗതയായ 45 കിലോമീറ്റർ പെർ അവറും ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ വേഗതയായ 55 കിലോമീറ്റർ പെർ അവറുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ശരാശരി വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് 2ab ഡിവൈഡഡ് ബൈ a+b. എയും ബിയുമായിട്ട് എടുക്കേണ്ടത് തന്നിരിക്കുന്ന വേഗതകൾ. നമുക്ക് എ ഉണ്ട് ബി ഉണ്ട്. ഫോർമുല കൊടുക്കുമ്പോൾ 2 ഇൻറ്റു എ എത്രയാണ്? 45 ഇൻറ്റു ബി എത്രയാണ്? 55 ഡിവൈഡഡ് ബൈ a+b, അതായത് 45 പ്ലസ് 55 ഈക്വൽ ടു 2 ഇൻറ്റു 45 ഇൻറ്റു 55 ഡിവൈഡഡ് ബൈ 45 പ്ലസ് 55 എത്രയാണ്ട? 100. വെട്ടാലോ? 2ഉം 100ഉം വെട്ടാം. 50. 50ഉം 55ഉം 5 വെച്ച് വെട്ടാം. 10, 11. 10ഉം 45ഉം 5 വെച്ച് വെട്ടാം. 2, 9. ബാക്കി എന്തുണ്ട്? 9 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 2. 9 ഇൻറ്റു 11 എത്രയാണ്? 19, 90, 99 ഈക്വൽ ടു 99/2. 99ൻ്റെ പകുതി എത്രയാണ്ട? 49.5 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് എന്തെഴുതാം? ഉത്തരം എഴുതാം. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ഒരാൾ എയിൽ നിന്ന് ബിയിലോട്ട് 45 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് 55 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഇവിടെ എയിൽ നിന്ന് ബിയിലോട്ടായാലും ബിയിൽ നിന്ന് എയിലോട്ടായാലും സെയിം ദൂരം തന്നെയല്ലേ? അപ്പോൾ ഇയാൾ സഞ്ചരിച്ചത് സെയിം ദൂരമാണ്, പക്ഷേ വ്യത്യസ്ത വേഗതകളിലാണ്. അപ്പോൾ ഒരേ ദൂരം രണ്ട് വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അയാളുടെ ശരാശരി വേഗത എന്ന് പറയുന്നത് 2ab ഡിവൈഡഡ് ബൈ a+b ആയിരിക്കും. 2ab ഡിവൈഡഡ് ബൈ a+b. ഇവിടെ എ ആയിട്ടും ബി ആയിട്ടും എടുക്കേണ്ടത് തന്നിരിക്കുന്ന രണ്ട് വേഗതകൾ തന്നെയാണ്. എ ആയിട്ടും ബി ആയിട്ടും എടുക്കേണ്ടത്. അത് ഫോർമുല കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 45 ഇൻറ്റു 55 ഡിവൈഡഡ് ബൈ 45 പ്ലസ് 55 ഡിവൈഡഡ് ബൈ ആകുമ്പോൾ 100 ആകുന്നു. ഇത് വെച്ച് വെട്ടി കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 49.5 കിലോമീറ്റർ പെർ അവർ എന്ന് ഉത്തരം വരും. ഓക്കെ അല്ലേ? പേടിക്കേണ്ട, നമ്മൾ ഒരു ചോദ്യം കൂടെ ചെയ്യും. ഒരു ചോദ്യം കൂടെ നോക്കാം. ഓക്കെ, ഒരാൾ ആകെ യാത്രയുടെ പകുതി ദൂരം 15 കിലോമീറ്റർ പെർ അവർ വേഗതയിലും അവസാന പകുതി ദൂരം 10 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ചാൽ ആകെ യാത്രയിലെ ശരാശരി വേഗത എത്ര? അപ്പോൾ ഒരാൾ ഈ സ്ഥലത്ത് നിന്നും ഇങ്ങനെ പോയി ഈ സ്ഥലം വരെ പോവുകയാണ്. ഓക്കെ, ഇവിടെ ആകെ യാത്രയുടെ പകുതി ദൂരം, ഇതിൻ്റെ പകുതി ഇതുവരെ തന്നെയല്ലേ? പകുതി ദൂരം അയാൾ 15 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അവസാന പകുതി ദൂരം 10 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ഓക്കെ അല്ലേ? ടോട്ടൽ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ പകുതി ദൂരം 15 കിലോമീറ്റർ പെർ അവർ വേഗതയിലും ബാക്കി പകുതി ദൂരം 10 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അയാൾ സഞ്ചരിച്ച തുല്യ ദൂരം അല്ലേടാ? ഇത്രയും ടോട്ടൽ ദൂരമുണ്ട്, അതിൻ്റെ പകുതി ഇത്രയിലും സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച തുല്യ ദൂരം തന്നെയാണ്, വ്യത്യസ്ത വേഗതകളിലാണ്. അപ്പോൾ തുല്യ ദൂരം വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അയാളുടെ ശരാശരി വേഗത അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? 2ab ഡിവൈഡഡ് ബൈ a+b. 2ab ഡിവൈഡഡ് ബൈ a+b. എയും ബിയും എന്താണ്? തന്നിരിക്കുന്ന വേഗതകൾ. a 15 ആണ്, b 10 ആണ്. അത് ഫോർമുല കൊടുക്കുമ്പോൾ 2 ഇൻറ്റു a 15 ആണ് ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ a+b, അതായത് 15 പ്ലസ് 10 എത്രയാണ്? 25. ഓക്കെ അല്ലേ? 25ഉം 15ഉം വെട്ടുന്നു. 15ൽ എത്ര അഞ്ചുണ്ട്? 3. 25ൽ 5. 5ഉം 10ഉം വെട്ടാം. ഇവിടെ 1, ഇവിടെ 2. ബാക്കി എന്തുണ്ട്? 3 × 2 6. 6 × 2 12 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് ഓക്കെ അല്ലേടാ? നമ്മൾ നേരെ നമ്മുടെ നാലാമത്തെ ടൈപ്പിലോട്ട് പോവുകയാണേ. അപ്പോൾ നമ്മുടെ ടൈപ്പ് 4 ഒന്നാമത്തെ ചോദ്യം നോക്കി. ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 45 km/h വേഗതയിലും തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് 36 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. ആകെ യാത്രയ്ക്ക് 5 മണിക്കൂർ എടുത്തെങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര? ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക, കാരണം അവസാനം എത്തുമ്പോൾ തെറ്റാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ നേരത്തെ ടൈപ്പുമായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള, അതായത് മൂന്നാമത്തെ ടൈപ്പുമായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള ചോദ്യമാണ് നാലാമത്തെ ടൈപ്പിലെ ചോദ്യങ്ങൾ. ഓക്കെ നോക്കിയടാ, ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, ഇത് വീടെന്ന് എടുക്കുന്നു, ഇത് ഓഫീസിൽ നിന്ന് എടുക്കുന്നു. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 45 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. ഓക്കെ, തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് 36 km/h വേഗത, തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് 36 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. ഓക്കെ അല്ലേ? നേരത്തെ സെയിം ചോദ്യമല്ലേ, അതായത് തുല്യ ദൂരമാണ് അയാൾ സഞ്ചരിച്ചത്, പക്ഷേ വ്യത്യസ്ത വേഗതകളിലാണ് സഞ്ചരിച്ചത്. എന്നാൽ ഇവിടെ എന്ത് പറയുന്നുണ്ട്? ആകെ യാത്രയ്ക്ക് 5 മണിക്കൂർ എടുത്തു. അപ്പോൾ നമുക്കിവിടെ ഒരു സമയവും ടൈം പീരീഡ് അല്ലെങ്കിൽ സമയവും തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്? വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര? അപ്പം നേരത്തെ ടൈപ്പ് മനസ്സിലായ ഒരാൾക്ക് ഇതിൻ്റെ ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു തുല്യ ദൂരം വ്യത്യസ്ത വേഗതകളിലാണെങ്കിൽ നമുക്ക് ശരാശരി വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ. എന്താണ്? 2ab / a+b. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശരാശരി വേഗത കിട്ടും. ഓക്കെ അല്ലേ? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ദൂരമല്ലേടാ. അവിടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല പറഞ്ഞ്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അതായത് 2ab / a+b എന്ന് പറയുന്ന ഫോർമുല സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. നമുക്കൊരു സമയം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനോടൊപ്പം ആ ടി അങ്ങ് ഗുണിച്ചാൽ പോരെ, നമുക്ക് എന്ത് കിട്ടും? ദൂരം കിട്ടത്തില്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എയും ബി ആയിട്ട് എടുക്കേണ്ടത് എന്താണ്? എയും ബിയും എന്തെന്നാണ്? തന്നിരിക്കുന്ന വേഗതകൾ. എ 45 ആണ്, ബി 36 ആണ്. ഫോർമുല കൊടുക്കുമ്പോൾ 2 × 45 × 36 / 45 + 36 ഇൻറ്റു ആ ടിയും കൂടെ നമ്മളിവിടെ കൊടുക്കുന്നു ഇൻറ്റു 5. ഓക്കെ അല്ലേ? ഈക്വൽ ടു 2 × 45 × 36. നമ്മൾ ഒരിക്കലും അംശത്തിന് ആദ്യമേ ഗുണിച്ച് വെക്കരുത്, കാരണം നമുക്ക് താഴെ ഇത് കൂട്ടുമ്പോൾ എന്തായാലും വെട്ടാൻ പറ്റും, എവിടെയെങ്കിലുമൊക്കെ ഇട്ട് വെട്ടാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും അംശത്തിന് ആദ്യം ചെയ്യരുത്, ആദ്യം ചെയ്യണം തന്നെ ചെയ്യുക. ഡിവൈഡ് ബൈ 45 + 36 എത്ര കിട്ടും നമുക്ക്? 40, 30, 70, 75, 6, 81 കിട്ടും. 81 ഇൻറ്റു എന്തുണ്ട്? ഒരു 5 കൂടെ ഉണ്ട്. ഓക്കെ, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടാം. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഒന്നും വെട്ടാനില്ല, പക്ഷേ വെട്ടാനുണ്ട്. 81, 36 3ൻ്റെ ഗുണിതങ്ങളിലിടാം. 10 3 30, 12 × 3 36, 10 3 30, 20 3 60, 7 3 21. അങ്ങനെയാണെങ്കിൽ 27 × 3 ആണ് 81. ഓക്കെ അല്ലേ? 27 × 3 81. ഇനി എന്തുണ്ട് വെട്ടാൻ? വീണ്ടും നമുക്ക് 12ഉം 27ഉം എത്ര വെച്ച് വെട്ടാം? 3 വെച്ച് വെട്ടാം. 4 3 12, 9 3 എത്രയാ? 27. ഇനിയും വെട്ടാനില്ലേ? 9ഉം 45ഉം വെട്ടിക്കൊടുക. 5 9 45. ഇനിയുള്ളതെല്ലാം കൂടെ ഗുണിച്ചാൽ പോരെ. ഇനി ഛേദത്തിലൊന്നും ഇല്ലല്ലോ. ബാക്കി എന്തൊക്കെയുണ്ട്? 2 × 5 × 4 × ഈ ഒരു 5. ഇതെല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 5 5 25. 25 × 2 50. 50 × 4 എത്രയുടെ? 5 4 20, 200 കിലോമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അത് ഓപ്ഷനിലും കാണും. ഓക്കെ അല്ലേ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഇത്രയും ചെയ്ത് വരുമ്പോൾ 200 കിലോമീറ്റർ നമുക്ക് ഉത്തരം കിട്ടും. ഓപ്ഷനിൽ ഉറപ്പായിട്ട് ഞാൻ നോക്കിയേ, 200 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടക്കണണ്ട. നമ്മൾ ഉറപ്പായിട്ടും അത് അടിച്ചു വെച്ചിട്ട് വരും. നമ്മൾ ഇങ്ങനൊരു ചോദ്യത്തിൽ കൃത്യമായി ചോദ്യം മനസ്സിലാക്കുക. വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. അതായത് നമുക്കിവിടെ കിട്ടിയ 200 കിലോമീറ്റർ എന്ന് പറയുന്നത് അയാൾ സഞ്ചരിച്ച ആകെ ദൂരമാണ് 200 കിലോമീറ്റർ. അതായത് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് വീട്ടിലോട്ടും തിരിച്ചെത്തിയപ്പോൾ അയാൾ ടോട്ടൽ 200 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ദൂരം എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യ ദൂരമല്ലേടാ. നമുക്ക് കിട്ടിയ ആകെ ദൂരത്തിൻ്റെ പകുതിയാണ് ഇവിടെ എടുക്കാനുള്ളത്. ആകെ ദൂരം 200 ആണ്. 200ൻ്റെ പകുതി 200/2 100 കിലോമീറ്റർ ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ മനസ്സിലാകാത്തവർക്കൊന്നുകൂടെ പറഞ്ഞുതരാം. ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 45 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് 36 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ആകെ യാത്രയ്ക്ക് അയാൾ 5 മണിക്കൂർ സമയമെടുത്തെന്നും പറയുന്നുണ്ട്. നമുക്കറിയാം തുല്യ ദൂരം വ്യത്യസ്ത വേഗതകൾ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല 2ab / a+b. അതിനോടൊപ്പം നമുക്ക് സമയം കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല വേഗത ഗുണ സമയമാണ്. അപ്പോൾ വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇവിടെ 2ab / a+b.
ഇൻറ്റു ടിയും കൂടെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദൂരം കിട്ടും. ഈക്വൽ ടു എയും ബിയും ആയിട്ട് നമ്മൾ എന്തെടുക്കുന്നു? തന്നിരിക്കുന്ന വേഗത എടുക്കുന്നു. ടി നമുക്ക് 5 തന്നിട്ടുണ്ട്. നമ്മളത് ഫോർമുലയിൽ കൊടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 200 കിലോമീറ്റർ എന്ന്. ഈ കിട്ടുന്ന 200 കിലോമീറ്റർ എന്താണെന്ന് ചോദിച്ചാൽ അത് അയാൾ സഞ്ചരിച്ച ആകെ ദൂരമാണ് 200 കിലോമീറ്റർ. നമുക്ക് എന്ത് മതി? വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം മതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദൂരം സെയിം അല്ലേ? ടോട്ടൽ 200 കിലോമീറ്റർ സഞ്ചരിച്ചെങ്കിൽ ഒരു സൈഡിലോട്ട് മാത്രമുള്ള ദൂരം തന്നിരിക്കുന്നതിൻ്റെ പകുതി, അതായത് 200ൻ്റെ പകുതിയായ 100 കിലോമീറ്ററാണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടെ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ ചോദ്യമാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സെയിം ചോദ്യം തന്നെയാണ്, നമ്മൾ നമ്പേഴ്സ് മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ശ്രദ്ധിച്ചിരിക്കുക. ഒരാൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 20 km/h വേഗതയിലും തിരിച്ച് വീട്ടിലേക്ക് 15 km/h വേഗതയിലും സഞ്ചരിക്കുന്നു. ആകെ യാത്രയ്ക്ക് 7 മണിക്കൂർ സമയം എടുക്കുന്നുവെങ്കിൽ വീട്ടിൽ നിന്നും എത്ര അകലെയാണ് ഓഫീസ്? ഓക്കെ അല്ലേ? അപ്പോൾ ഒരാൾ വീടിന് ഞാൻ വി എന്നെടുക്കുന്നു, ഓഫീസിന് ഒ എന്നെടുക്കുന്നു. വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് 20 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. അതുപോലെ തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് 15 km/h എടുക്കുന്നു. ടോട്ടൽ ഇതിന് അയാളെടുത്ത സമയം എത്രയാണ്? 7 മണിക്കൂർ. ഇത്രയും ഓക്കെ അല്ലേടാ? 7 മണിക്കൂർ അത്രയും ഓക്കെയാണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എത്ര അകലെ എന്ന് പറഞ്ഞാൽ ദൂരം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ദൂരം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? D = S × T, അതായത് സ്പീഡ് ഗുണം സമയം. ഇങ്ങനെ തുല്യ ദൂരം വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചാൽ നമുക്ക് വേഗത കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? 2AB / A + B. അപ്പോൾ അത് വേഗതയായി. അതിനോടൊപ്പം സമയമായ T കൂടെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ദൂരം കിട്ടും. അപ്പോൾ ഇവിടെ എയും ബിയും തന്നിട്ടില്ലേടാ? എയും ബി ആയിട്ട് എടുക്കേണ്ടത് തന്നിരിക്കുന്ന വേഗതകൾ. അപ്പോൾ A 20 ആണ്, B 15 ആണ്. അത് ഫോർമുലയിൽ കൊടുക്കുമ്പോൾ 2 × 20 × 15 / A + B. 20 + 15 എത്രയാ? 35 ഇൻറ്റു എന്തുണ്ട്? ടി എത്രയാണ്? 7. അതടുത്ത് എഴുതുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്കിത് കാൽക്കുലേഷൻ ചെയ്യാം. വെട്ടാം. ദാ ഈ 7ഉം ഈ 35ഉം വെട്ടുന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. 5 7 35. ഓക്കെ അല്ലേ? 5ഉം 15ഉം വെട്ടാം. 3. ബാക്കി എന്തുണ്ട്? 2 × 20 × 3. 2 × 20 × 3 എത്രയാണ്? 2 × 20 40. 40 × 3 എത്രയാണ്? 120 കിലോമീറ്റർ നമുക്ക് കിട്ടി. ഈ 120 എന്താണ് കൃത്യമായി മനസ്സിലാക്കുക. 120 എന്ന് പറയുന്നത് അയാൾ ആകെ സഞ്ചരിച്ച ദൂരം. വീട്ടിൽ നിന്ന് ഓഫീസിൽ പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ടോട്ടൽ എത്രയായി? 120 കിലോമീറ്റർ ആയി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വീട്ടിൽ നിന്നും എത്ര അകലെയാണ് ഓഫീസ്? ഈ ഒരു ഡിസ്റ്റൻസ് മാത്രം മതി. ആകെ സഞ്ചരിച്ച ദൂരം 120 കിലോമീറ്റർ ആണ്. രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദൂരം ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിലുള്ള ദൂരം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? കിട്ടിയ ദൂരത്തിൻ്റെ പകുതി എടുക്കുക. 120/2. നമ്മുടെ ഉത്തരം 60 കിലോമീറ്റർ. ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അടുത്തൊരു ടൈപ്പിൽ അടുത്ത പാർട്ടായിട്ട് നമുക്ക് നാളെ വരുന്നതായിരിക്കും. ബൈ.